എക്സൽ മിനിസ്ട്രീസ് പ്രാർത്ഥന വാരമായി ആഘോഷിക്കുന്ന ഒരു സമയമാണിത്. അനേക വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയത്തെ മാറ്റിവെക്കുമ്പോൾ നമുക്കും ഒരുമിച്ച് നമ്മുടെ തലമുറയെ ഓർത്ത്, കേരളത്തെ ഓർത്ത്, ഇന്ത്യയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ തലമുറകൾ നയിക്കപ്പെടുന്നത്. പ്രാർത്ഥനയും ദൈവകൃപയും ഇല്ലെങ്കിൽ നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് തലമുറയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് നാം പ്രത്യേകിച്ച് ചിന്തിക്കുന്നൊരു വേദഭാഗം മർക്കോസിന്റെ സുവിശേഷം 11 അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് 11:20-26. മർക്കോസിന്റെ സുവിശേഷത്തിൽ 11 അധ്യായത്തിൽ തന്നെ തൊട്ടു മുൻപിലായി കാണുന്നത് യേശു ചെയ്ത ഒരു വലിയൊരു അത്ഭുതമാണ്. അതായത് ഒരു അത്തിയെ ശപിച്ചു. അടുത്ത ദിവസം ഒരു യാത്ര ചെയ്യുമ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ, നീ ശപിച്ച അത്തി വാടിപ്പോയിരിക്കുന്നു, ഉണങ്ങിപ്പോയിരിക്കുന്നു. 22 വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യം അത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെ ഇപ്രകാരം പറയുന്നു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസം ഉള്ളവർ ആയിരിക്കുവിൻ. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസം. പുതിയൊരു തലമുറ വരുന്നു. ദൈവത്തിലും മനുഷ്യരിലും ഒന്നും വിശ്വാസമില്ലാത്ത ഒരു തലമുറ നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഹാവിങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുക. പല ആളുകൾക്കും ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളിലും ദൈവപ്രവൃത്തിയിലും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണെന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമുള്ള ചില വാക്യങ്ങൾ അതിൻ്റെ 23 വാക്യത്തിലും 24 വാക്യത്തിലും പറയുന്നു. അതിപ്രകാരമാണ്, ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. 24 വാക്യം, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ യേശു ഈ വേദഭാഗത്തിൽ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ 23 വാക്യത്തിലാണ് പറയുന്നത്, ഹൃദയത്തിൽ സംശയിക്കാതെ. പ്രാർത്ഥനയിൽ നാം ഒരു വിഷയം ഏൽപ്പിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ആദ്യം നമുക്കുണ്ടാകേണ്ടത് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകുന്നത് പോലെ തന്നെ ഹൃദയത്തിൽ സംശയിക്കരുത്. ഹൃദയത്തിൽ സംശയിക്കരുത്. പല ആളുകൾക്കും ഹൃദയത്തിൽ സംശയത്തോടെ വരുന്നത്. സംശയവും ഇരുമനസ്സുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയത്തില്ല. ഇവിടെ പറയുന്നു, ഹൃദയത്തിൽ സംശയിക്കരുത്. അതെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ട്രസ്റ്റ് ദ ലോർഡ് ആൻഡ് ഹാവ് ഫെയ്ത്ത് ഇൻ ഗോഡ്. സംശയം നമ്മുടെ ഉള്ളിൽ തെല്ലും വേണ്ട. കാരണം ഞാൻ ആശ്രയിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കണം. അതാണ് ഒന്നാമത്തെ നിബന്ധന പറയുന്നത്, ഹൃദയത്തിൽ സംശയിക്കരുത്. ഇന്ന് നാം പ്രാർത്ഥിക്കാൻ ദൈവത്തിലായിരിക്കുമ്പോൾ വിഷയങ്ങൾ എന്തുമാകാം, ഹൃദയത്തിൽ സംശയം വേണ്ട. കർത്താവ് അത് ചെയ്യുമോ? കർത്താവിന് കഴിയുമോ? അല്ല, കർത്താവിനത് സാധിക്കും. കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യും. ഞാൻ അപേക്ഷിച്ചാൽ എനിക്ക് വേണ്ടി ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം നാം എപ്പോഴും ഓർത്തോണം. അപ്പോൾ ഹൃദയത്തിൽ സംശയിക്കരുത്. എന്നിട്ട് പറയുന്നതാണ്, സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. അതാണ്, സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. ഏതൊരു കാര്യവും കർത്താവ് ചെയ്യും എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ സമയത്താണ് നാം ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തെ നമുക്ക് കമ്പൽ ചെയ്തും പ്രലോഭിപ്പിച്ചും ചെയ്യിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത്, ഒന്നാമത്തെ കാര്യം, നാം സംശയിക്കാതെ നാം പ്രാർത്ഥനാ വിഷയം ദൈവത്തിലേക്ക് വെക്കുമ്പോൾ. രണ്ടാമത് പറയുന്നു, സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. കർത്താവിന് അസാധ്യമായതൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഉത്തരം ദൈവം തരും, അത് ദൈവം ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഇടയായിത്തീരണം. ഒരമ്മച്ചി പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അമ്മച്ചിയുടെ വീടിനടുത്ത് ഒരു വലിയ പർവ്വതമുണ്ട്, ഒരു മല, ഒരു കുന്ന്. ഈ കുന്ന് നീങ്ങിപ്പോകാനായി അമ്മച്ചി പ്രാർത്ഥിക്കുക. നിരന്തരമായി 2 ദിവസം, 3 ദിവസം, 4 ദിവസം, അങ്ങനെ 7 ദിവസം വരെ പ്രാർത്ഥന നീണ്ടു. അമ്മച്ചി എല്ലാ ദിവസവും ഇറങ്ങി നോക്കും, ആ കുന്ന് നീങ്ങിയിട്ടില്ല. അമ്മച്ചിയുടെ ഭയങ്കര വിശ്വാസമോ, വീണ്ടും പ്രാർത്ഥിക്കുന്നു, കുന്ന് നീങ്ങിയിട്ടില്ല. 7-ാം ദിവസം അമ്മച്ചി പ്രാർത്ഥന നിർത്തി ഇറങ്ങി വന്നിട്ട് അമ്മച്ചി പറഞ്ഞു, അല്ലെങ്കിലും എനിക്കറിയാം ഈ മല നീങ്ങിപ്പോകത്തൊന്നുമില്ല. പിന്നെ എന്തിനാണ് അമ്മച്ചി പ്രാർത്ഥിച്ചത്? വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിച്ചത്? നമ്മൾ പല ആളുകളും ഇതുപോലെയാണ്. വിശ്വാസമില്ല, പക്ഷെ നാം അതരജൽപ്പനം ചെയ്യുന്ന, നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥന അപേക്ഷകൾ കഴിക്കുന്ന ആളുകളാണ്. വിശ്വസിക്കാൻ തയ്യാറാകുക. ചില ആളുകൾ ദൈവമായിട്ടുള്ള ബന്ധം ഒരു പരാതിപ്പെട്ടി പോലെ, അവിടെ ഒത്തിരി പരാതികൾ ദൈവത്തോട് പറയുകയാണ്. ദൈവം പറയുന്നത് കേൾക്കാൻ ആർക്കും സമയമില്ല. ദൈവത്തോട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്.
എന്നാൽ ദൈവം പറയുന്ന ഏതെങ്കിലും സമയത്തൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി സമയത്തെ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്. ദൈവവും ഞാനുമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ്. അവിടെ ദൈവം സംസാരിക്കുന്നത് കേൾക്കാനും നമ്മുടെ സമയത്തെ നാം മാറ്റിവെക്കണം. വചനത്തിലൂടെ ദൈവം സംസാരിക്കും, നമ്മളോട് നേരിട്ട് നമ്മുടെ അന്തരാത്മാവിലോട് ദൈവം സംസാരിക്കും, ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മളോട് സംസാരിക്കും. അങ്ങനെയുള്ള ദൈവിക ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മുടെ കാതുകളെ കൂർപ്പിക്കണം. കേൾക്കാൻ ചെവിയുള്ളവൻ എപ്പോഴും കേൾക്കട്ടെ. ദൈവം പറയുന്നത് കേൾക്കാൻ പലർക്കും ചെവിയില്ല. ലോകത്തിൻ്റെ ഒത്തിരിയേറെ വാർത്തകളും ചിന്തകളും ഒക്കെ കയറുമ്പോൾ ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാതെ വരുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ് സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. സംഭവിക്കുമെന്ന് വിശ്വസിക്കുക. എന്നിട്ട് പറയുന്നു ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഒരു പർവ്വതം കാണും, ഒരു മല കാണും. യേശു അതിനെ ചൂണ്ടിക്കാണിച്ച് പറയുകയാണ്, ഈ മലയോട് നീങ്ങിപ്പോയി പർവ്വതത്തിൽ കടലിൽ ചാടിപ്പോകാൻ പറഞ്ഞാൽ അടുത്ത കാര്യം ഇതാണ്, കൽപ്പിക്കാൻ ആരംഭിക്കുന്നു. യു ആർ ഗോയിങ് ടു ഓർഡർ. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അപേക്ഷയാണെങ്കിൽ വിശ്വാസം ഉള്ളിലേക്ക് വർദ്ധിക്കുമ്പോൾ വി വിൽ ഓർഡർ ദ മൗണ്ടൻ ടു ഗോ ആൻഡ് ഫെൽ ഇൻ ടു ദി സീ. കടലിൽ ചെന്ന് വീഴാനായിട്ട് നമ്മൾ കൽപ്പിക്കാൻ പോകുകയാണ്. പറയാനുള്ള ആ വിശ്വാസമല്ല, കൽപ്പിക്കാനുള്ള വിശ്വാസം. അത്രയ്ക്ക് ആഴത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഭൃത്യനായിരിക്കുന്ന ഏലിയാവിനെ കുറിച്ച് കാണുന്നു. ഏലിയാവ് ദൈവത്തിൽ വിശ്വസിച്ചു. ഏലിയാവ് ദൈവത്തിൻ്റെ ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഏലിയാവ് കൽപ്പിക്കാൻ തുടങ്ങി. ഏലിയാവ് കൽപ്പിച്ചത് ദൈവം ചെയ്തു. ദൈവം പറഞ്ഞിട്ടല്ല ഏലിയാവ് പല കാര്യം ചെയ്തത്, എന്നാൽ വിശ്വാസത്തോടെ ഏലിയാവ് കൽപ്പിച്ചത് ദൈവം ചെയ്തു. യോശുവെ നോക്ക്, യോശുവ കൽപ്പിച്ചതുപോലെ സൂര്യനും ചന്ദ്രനും ഒക്കെ നിന്നുപോയി. അതെ, ദൈവപ്രവൃത്തി ഇറങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മൾ കൽപ്പിക്കാൻ ആരംഭിക്കുമ്പോഴാണ്. വിശ്വാസം ഉള്ളിലേക്ക് വർദ്ധിക്കുമ്പോൾ വി വിൽ സ്റ്റാർട്ട് ടു ഓർഡർ ദ തിങ്സ്. നമ്മൾ ഓർഡർ ചെയ്യാൻ തുടങ്ങും, കമാൻഡ് ചെയ്യാൻ തുടങ്ങും. അതുതന്നെയാണ് ചെയ്യേണ്ടത്. എന്താ? നമ്മുടെ മുമ്പിലുള്ള വലിയ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമാകുന്നു, കടലിൽ ചാടിപ്പോകുന്നു. പിന്നെ അതിനെ കാണാനേ കഴിയത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിലെ പ്രശ്നം വലുതായിരിക്കും, പക്ഷെ നിങ്ങൾ കൽപ്പിക്കാൻ ആരംഭിച്ചാൽ, ഓർഡർ ചെയ്യാൻ ആരംഭിച്ചാൽ, വിശ്വസിക്കാൻ ആരംഭിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കൽ പോലും ഇതിനെ കാണാൻ കഴിയത്തില്ല. കടലിലേക്ക് പോയി ചാടുന്ന എന്തിനെങ്കിലും പിന്നെ കണ്ടെത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. അതുപോലെ നമ്മുടെ മുമ്പിലെ പർവ്വത സമാനമായ വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികളെ കർത്താവ് എടുത്തു മാറ്റും. അത് നേരെ കടലിൽ ചാടിപ്പോവുക, പിന്നെ കാണത്തില്ല. അതുതന്നെയാണല്ലോ നമ്മൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ കാണുന്നത്. ഭൂതഗ്രസ്തൻ ബാധിച്ച്, ലഗ്വൻ ബാധിച്ചൊരു മനുഷ്യൻ, അവനിൽ നിന്നുള്ള ഭൂതങ്ങൾ ഏതാണ്ട് 6000-ലധികം പന്നികളിലേക്ക് കയറിയെന്നാണ് പറയുന്നത്. പന്നികൾ കയറിയത് മാത്രമല്ല, പന്നികൾ കടുംതൂക്കോടെ ഒരു വലിയ കടലിലേക്ക് പോയി അങ്ങ് ചാടുകയാണ്. പിന്നെ അവരെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ വിശ്വസിച്ച് കൽപ്പിക്കാൻ ആരംഭിക്കുമ്പം ഏതൊരു പ്രതിസന്ധിയാണെങ്കിലും, പിശാച് ഉയർത്തിവെച്ച വലിയ കുന്നുകളാണെങ്കിലും, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ജീവിത സാഹചര്യങ്ങളാണെങ്കിലും, ഇന്ന് പകലിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവാത്മാവിൽ ദൈവം അതിനെ തുടച്ചങ്ങ് മാറ്റും, അതിനെ തുടച്ചു മാറ്റും. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 41-ാം അധ്യായത്തിൽ പറയുന്നത്, പർവ്വതങ്ങളെ, കുന്നുകളെ, മലകളെ നീ ചവിട്ട് പൊടിയാക്കും, അതിനെ പാറ്റിക്കളയും, അതിനെ പൊടിച്ചു കളയും. അതിനുള്ള ഒരു അതോറിറ്റി ദൈവം നമുക്ക് തരികയാണ്. എല്ലാ സമയത്തും നമ്മൾ ഓർത്തോണം, ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മുമ്പിലെ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓടിപ്പോകും. തലമുറകളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദൈവം അതിനെ തുടച്ചു മാറ്റും. അത് നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കടലിൽ ചാടിപ്പോകാമെന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം അതുപോലെ എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി പറയും, എൻ്റെ ജീവിതത്തിൽ ദൈവം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് അസാധ്യമെന്ന് ഞാൻ ചിന്തിച്ച പല കാര്യങ്ങളെ ദൈവത്താൽ സാധ്യമായി. ദൈവം എടുത്തു മാറ്റി ചിലതിനെയൊക്കെ. അതെ, ദൈവം എടുത്തു മാറ്റും. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ തയ്യാറാകുന്നു. അവിടെയാണ് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, പല സമയത്തും അനേകർ പറയുന്നൊരു വേദഭാഗമാണ് 24-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അതൊരു വലിയ കാര്യമാണ്. ഇംഗ്ലീഷിൽ പ്രകാരം, therefore I say to you, all things for which you pray and ask, believe that you have received them and they will be granted you. ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ യാചിക്കുന്നത് സകലതും കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കണം, വിശ്വസിക്കാൻ തയ്യാറാകുന്നു. പഴയ നിയമത്തിൽ ഹന്ന എന്ന് പറയുന്ന ഒരു മാതാവിനെ കാണാം. ഹന്ന ദൈവാലയത്തിൽ ചെന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക, എല്ലാവരും തന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുക. എന്നാൽ ഇന്ന് ഹന്ന വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. എന്തുകൊണ്ടാണ് വാടാഞ്ഞത്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടാണോ? അവളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് തനിക്കൊരു തലമുറയെ വേണമെന്നുള്ളതായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ച് ദൈവം ഒന്നും പറഞ്ഞില്ല, ഉത്തരവൊന്നും കിട്ടിയില്ല. പക്ഷെ ദൈവസന്നി വന്ന് പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം, ഒരു ബലമുണ്ടായി.
എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. ദൈവം എനിക്കൊരു തലമുറയെ തരും. നാളുകൾ കഴിയും, മാസങ്ങൾ കഴിയും, പക്ഷെ തനിക്കൊരു ഉറപ്പുണ്ടായി. അതുകൊണ്ടാണ് ആ 1 ശമൂവേൽ പുസ്തകത്തിൽ പറയുന്നു, പിന്നെ അവളുടെ മുഖം എന്ത് ചെയ്തില്ല, വാടിയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചാൽ പിന്നെ നമ്മുടെ മുഖം വാടത്തില്ല. പല സമയങ്ങളിൽ നമ്മുടെ മുഖം വാടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ കൊണ്ടാണ്, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, എൻ്റെ സമയത്തല്ല, ദൈവസമയത്ത് ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു. പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വസിക്കാൻ തയ്യാറാകുന്നു. എനിക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് നൽകി തരും. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നൽകാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നു, അതുകൊണ്ട് ആ ദൈവിക സമാധാനത്താൽ അവൻ നമ്മുടെ ഹൃദയങ്ങളെ കാക്കും. ചില സമയങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ സമാധാനം, ഹൃദയത്തിലുണ്ടാകുന്ന ആ സന്തോഷം, ആത്മാവിൽ ദൈവം തരുന്ന ഉറപ്പ്, അത് നിശ്ചയമായിട്ട് നമുക്ക് പ്രാപിക്കാൻ കഴിയും. പല സമയങ്ങളിൽ നിരാശപ്പെട്ട് സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നാം എന്താ ചെയ്യുന്നത്? നാം ഒറ്റപ്പെട്ടു പോകും, പ്രാർത്ഥിക്കാൻ പോലും കഴിയത്തില്ല. എന്നാൽ നമ്മുടെ അന്തരാത്മാവിൽ ചില കാര്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവാത്മാവ് നമ്മുടെ അകത്തുനിന്ന് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പരിശുദ്ധാത്മാവിനോട്. അതെ, അവൻ നമുക്ക് ശക്തി തരും, അവൻ നമുക്ക് ബലം തരും. ഇതിൻ്റെ തൊട്ട് താഴെ ഒരു വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുകയും. പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോഴും ഇത് നമ്മൾ തള്ളിക്കളയുന്നൊരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിക്കാനും ദൈവത്തോട് ക്ഷമയാചിക്കാനും തയ്യാറാകുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. അവർ തിന്മയായി ഇത് ചെയ്തു, അവരോട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാകുന്നു. ക്ഷമിക്കാൻ കഴിയാത്ത ചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ അത് നമ്മുടെ ആത്മീയ ജീവിതത്തെയും പ്രാർത്ഥനയുടെ ഉത്തരത്തെയും ബാധിക്കും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പ്, വിദ്വേഷം, പിണക്കം, മറ്റെന്തെങ്കിലും അവർ നിങ്ങൾ തിന്മ ചെയ്തു, അവർ നിങ്ങളെ വേദനിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറാകുക. അവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവം അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും, ദൈവം അതിന് ഉത്തരം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കോമണായ കാര്യങ്ങളായിരിക്കും. ക്ഷമിക്കാൻ തയ്യാറാകുക, അവിടെ ദൈവപ്രവൃത്തി ഇറങ്ങി വരും. കർത്താവ് നമ്മളോട് ക്ഷമിച്ചില്ലേ? എത്രയോ തെറ്റുകൾ, എത്രയോ കുറ്റങ്ങൾ, എത്രയോ പാപങ്ങൾ കർത്താവ് നമ്മളോട് ക്ഷമിച്ചില്ലേ? നമ്മളെ ശുദ്ധീകരിച്ചില്ലേ? അതുകൊണ്ട് തന്നെ നമ്മളും ക്ഷമിക്കാൻ ആരംഭിക്കുന്നു. ക്ഷമിക്കാൻ നമ്മൾ ആരംഭിക്കുമ്പം നിശ്ചയമായിട്ടും ദൈവവും ക്ഷമിക്കാൻ തുടങ്ങും. ദൈവം നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കും, നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റും. എത്ര കടുംചുമപ്പായ പാപത്തെയും ശുദ്ധീകരിക്കാൻ കർത്താവിന് കഴിയും. അതെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിങ്ങൾ യാഗം കഴിക്കാൻ പോകുമ്പം കൂട്ടുകാരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ, നമുക്ക് അങ്ങോട്ട് തോന്നുമല്ല, കൂട്ടുകാരന് നമ്മളോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാലും നമ്മൾ പോയി ക്ഷമ പറയണം, സെറ്റിൽ ചെയ്യണം. എന്തിനാണെന്നറിയാമോ? നമ്മുടെ ആത്മീയ ജീവിതത്തിന്, അനുഗ്രഹത്തിന്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക. ഇതും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിനൊരു കാരണമായി ഇവിടെ പറയാം, നിങ്ങൾ ക്ഷമിക്കാതിരുന്നാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കത്തില്ല. അതെ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് പറയുമ്പം ഒരു ചോദ്യം, ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടോ? അവർ തിന്മയാണ് ചെയ്തത്, നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, പക്ഷെ ക്ഷമിക്കാൻ തയ്യാറാകുന്നു, ഒപ്പം മറക്കാനും. ആ ചിന്തകൾ നമ്മുടെ തലയിലേക്ക് കയറി വരരുത്. ഫ്രീ ആയിട്ട്, ഫ്രഷ് ആയിട്ട്, കർത്താവെ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുക, കാരണം നീ എൻ്റെ തെറ്റുകളെ ക്ഷമിച്ചു. നമ്മൾ സാധാരണ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കടങ്ങൾ, പാപങ്ങൾ ക്ഷമിക്കണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. നമ്മൾ ക്ഷമിച്ചെങ്കിലേ കർത്താവ് നമ്മൾ ക്ഷമിക്കത്തുള്ളൂ. അതെ, പ്രാർത്ഥനയുടെ ഉത്തരം അരികിൽ തന്നെയുണ്ട്. ആശങ്കപ്പെട്ടു പോകേണ്ട കാര്യമില്ല, അവിശ്വസിക്കേണ്ട കാര്യമില്ല. ഗോഡ് വിൽ ഡു എ മിറക്കിൾ. ദൈവം അത്ഭുതം ചെയ്യും. നിങ്ങൾ ഏത് വിഷയത്തിലും പ്രാർത്ഥിച്ച് മാറ്റിവെച്ചു പോയെങ്കിലും വിശ്വസിക്കുക, ഗോഡ് വിൽ ഡു എ മിറക്കിൾ. ദൈവം അത്ഭുതം ചെയ്യും. കർത്താവിൻ്റെ പ്രവൃത്തി ഇറങ്ങി വരിക തന്നെ. നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത സമാനമായ വലിയ പ്രതിസന്ധികൾ അത് എടുത്ത് കടലിൽ ചാടിപ്പോകും. ദാറ്റ് മീൻസ് അതുപോലൊരു അത്ഭുതം പിന്നെ ഒരിക്കലും നിങ്ങളതിനെ കാണത്തില്ല, നിങ്ങൾക്ക് കഴിയത്തില്ല. എന്നാൽ അതിനെ ഉടച്ചു കളയാൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ദൈവ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ അതെല്ലാം ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇന്ന് വിശ്വസിക്കുക, ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ വാക്യം നിങ്ങൾ മെമ്മറൈസ് ചെയ്യണം, ഓർത്തിരിക്കണം. അത് ഇപ്രകാരം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹം പകരട്ടെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ നിങ്ങൾ ദൈവത്തിൽ അറിയിക്കുക. ദൈവം നിങ്ങൾക്ക് ഇവിടെ അത്ഭുതം പ്രവർത്തിക്കും. ഈ ഒരു പ്രാർത്ഥനാ മാസത്തിൽ നമ്മൾ ഒരുമിച്ച് കൈകോർക്കുമ്പോൾ തലമുറകളെ ദൈവം ദൈവസ്ഥനിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. പ്രത്യേകിച്ച് കേരളത്തിലും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലും ഒക്കെ നടക്കുന്ന യുവജന മീറ്റിങ്ങുകളും VBSകളും ഒക്കെ ഒരു വലിയ ആത്മീയ ഉണർവിന് കാരണമായി തീരട്ടെ. നമുക്കൊരുമിച്ച് കൈകോർക്കാം, ഒരു വലിയ ഉണർവിനായി നമുക്ക് ആഗ്രഹിക്കാം. അനേക തലമുറകൾ കർത്താവിനെ അറിയാൻ നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. വീണ്ടും പറയട്ടെ, കർത്താവ് വിശ്വസിക്കുക, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല.
അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.